ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പില്ലോ കവറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് രീതി ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പില്ലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പില്ലോയുടെ നീളം അളക്കാം. നീളം 24 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് വീതി അളക്കാം. വീതി 14 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തുണിയിൽ അളവെടുക്കാം. ഞാനിവിടെ 66 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ ബെഡ്ഷീറ്റിലാണ് ഞാൻ പില്ലോ കവർ തയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അളവെടുക്കാം. ഇത് ഒറ്റ പീസ് തുണിയാണ് കേട്ടോ. 66 ഇഞ്ച് നീളമുള്ള ഒരൊറ്റ പീസ് തുണിയാണ്. ടേപ്പ് എടുക്കുക. എന്നിട്ട് 24 + 24 48 ആദ്യം എടുക്കുക. അതിനുശേഷം അതിനോട് കൂടിയിട്ട് 18 ഇഞ്ച് അളന്നെടുക്കുക കേട്ടോ. അങ്ങനെ ടോട്ടൽ 66 വരുന്നുണ്ട്. വീതി 14 ഇഞ്ച് + 4 അങ്ങനെ 18 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തുണിയുടെ രണ്ട് വശവും മടക്കി തയ്ക്കാം. ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം തുണിയുടെ ഒരു വശം 13 ഇഞ്ച് അളന്ന് ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ 13 ഇഞ്ച് നമ്മൾ ആദ്യം മടക്കി വെച്ചല്ലോ, അവിടെ നിന്നും 5 ഇഞ്ച് മുകളിലോട്ട് വരത്തക്ക വിധത്തിൽ മടക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് തുണിയുടെ 4 വശവും തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടുസൂചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ കുത്തിക്കൊടുക്കാം. അപ്പോൾ തുണി വിട്ട് വരില്ല. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ടാണ് ഞാനിങ്ങനെ മുട്ടുസൂചി കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭിക്കാം. അതുപോലെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തു എന്നുള്ളൊരു സന്തോഷവും കൂടെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്ത വശവും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇതുപോലെ വരും. കണ്ടോ, ഇങ്ങനെയാണ് വരിക പില്ലോ കവറ്. ഇനി നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതിന് മുകളിലൂടെ 1 ഇഞ്ച് വിട്ട് 4 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ കത്രിക ഉള്ളിലോട്ടിട്ട് ഓരോ കോർണറും കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് പില്ലോ ഇട്ട് നോക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പില്ലോ കവർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതേ പില്ലോയുടെ അളവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നീളം വരുന്നത് 28 ഇഞ്ചാണല്ലോ, അതേ അളവ് തന്നെയാണ്. അതിനോടുകൂടി 3 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ വീതി വരുന്നത് 14 ഇഞ്ചാണ്, അതും 3 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 വശവും മടക്കി തയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 3 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ, ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു വശം മടക്കി തയ്ച്ചു. ഇനി അടുത്തത് കൂടി നമുക്ക് മടക്കി തയ്ക്കാം. ഇനി നമുക്ക് തുണിയുടെ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ? ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. 3 വശങ്ങളും ജോയിൻ ചെയ്തെടുക്കുക. ആദ്യത്തെ പില്ലോ കവർ തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് എളുപ്പമായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. മെഷീനിൽ ഓയിൽ ഇടുന്നതും അതുപോലെ ബോബിന് നൂല് ചുറ്റുന്നതും എങ്ങനെയാണെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണുക കേട്ടോ.
അങ്ങനെ പില്ലോ കവറിൻ്റെ 3 വശങ്ങളും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വരും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കോർണറൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. കത്രിക കൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലൂടെ 1 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 വശങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 വശങ്ങളും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലോ ഇട്ട് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പില്ലോ കവറും റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒരു സിംഗിൾ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 പില്ലോ കവർ തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.